നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അലുവ അതുൽ കൊലക്കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ തെളിവെടുപ്പ് നടത്തി പോലീസ്. പ്രതികളെ കൊലപാതകം നടന്ന കരുനാഗപ്പള്ളി പുതിയ കാവിൽ എത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. കേസിൽ 10 പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഈ പ്രതികളുമായാണ് തെളിവെടുപ്പിനായി എത്തിയത്. യാതൊരു കൂസലുമില്ലാതെ എങ്ങനെയാണ് അരുൺ കൊലപാതകം നടത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് വിവരിക്കുകയുണ്ടായി. നമുക്കറിയാം, ആ സ്ഥലം, അതായത് ആ കൊലപാതകം നടന്ന സ്ഥലം, CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. നമ്മുടെ മനസ്സിലേക്ക് മായാൻ നിൽക്കുന്ന സ്ഥലമാണ്. മാർച്ച് 15-നാണ് കേസിന് ആസ്പദമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ജിം സന്തോഷ് കൊലക്കേസ് പ്രതി അലുവ അതുൽ ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിലെത്തി ഒപ്പിട്ട ശേഷം മടങ്ങവെയാണ് വെട്ടേറ്റ് മരിച്ചത്. പട്ടാപ്പകൽ കരുനാഗപ്പള്ളി നഗരമധ്യത്തിൽ വെച്ചായിരുന്നു കൊടും ക്രൂര കൊലപാതകം അരങ്ങേറിയത്. കൊല നടന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടി. ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ നടുറോഡിൽ വെട്ടിക്കൊന്ന കേസിൽ പിടിയിലായ പ്രതികളുമായാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. കൃത്യത്തിൽ പങ്കെടുത്ത പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. ശക്തമായ സുരക്ഷയോടെയാണ് തെളിവെടുപ്പ് നടന്നത്. കൃത്യത്തിന് മുമ്പ് പ്രതികൾ ഒത്തുകൂടിയ സ്ഥലങ്ങൾ, കൃത്യത്തിന് ശേഷം വാഹനങ്ങൾ ഉപേക്ഷിച്ച സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും തെളിവെടുപ്പ് നടത്തി. പിടിയിലായ പ്രതികളെ കഴിഞ്ഞ ദിവസം കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. 1 വർഷത്തെ ഗൂഢാലോചന, അതിനുശേഷമാണ് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷം മാർച്ച് 27-ന് പുലർച്ചെ ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ അലുവ അതുലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്ന് തന്നെ കടത്തൂർ സ്വദേശി അനീറിനെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ അന്ന് തന്നെ അതുലിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന തുടങ്ങിയെന്നാണ് പ്രതികൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 10 പ്രതികളാണ്. പ്രതികൾ അനീർ, വിഷ്ണു, നൌഫൽ, ഹുസൈൻ, ആഷിഖ്, ഷംനാദ്, മുഹമ്മദ് ഫൈസൽ ഖാൻ, അതുപോലെ തന്നെ അലി ഉമ്മർ, ഷിനു പീറ്റർ, ആദിൽ മുഹമ്മദ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്കാണ് ഇവരെ കരുനാഗപ്പള്ളി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കിയത്. കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജി ജോണിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംരക്ഷണത്തിലാണ് പ്രതികളെ എത്തിച്ചത്. എയർ ക്യാമ്പിൽ നിന്നുള്ള പോലീസും സായുധ സേനയും സംരക്ഷണ കവചം തീർത്തിരുന്നു. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച കോടതി 5 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. കൊലപാതകത്തിനു പിന്നിൽ നടന്ന ഗൂഢാലോചനയും മറ്റും പ്രതികളിൽ നിന്നും പോലീസ് ചോദിച്ചറിയാനുണ്ട്. കരുനാഗപ്പള്ളി പുതിയ കാവിൽ കൊലപാതകം നടന്ന സ്ഥലം ഉൾപ്പെടെ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി പരമാവധി നേരത്തെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് പോലീസിന്റെ നിർണായകമായ നീക്കം. മാർച്ച് 14-ലാണ് അതിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 12 മണിക്കൂറിനുള്ളിൽ ആദ്യ 10 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാളെ 2 ദിവസം മുൻപും അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജിം സന്തോഷിന് കരുനാഗപ്പള്ളിയിലെ ഒരു ഫാം ഉടമയുമായി ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഈ തർക്കം പരിഹരിക്കാൻ ഫാം ഉടമ കണ്ടെത്തിയ മാർഗം സന്തോഷിന് കൊട്ടേഷൻ കൊടുക്കുക എന്നതായിരുന്നു. കരുനാഗപ്പള്ളി ലഹരി കച്ചവടവും ഗുണ്ടാ പ്രവർത്തനവും നടത്തി വരികയായിരുന്ന പങ്കജ് മേനോനാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത്. ഓച്ചിറ സ്വദേശി പങ്കജ് മേനോൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പങ്കജിന് സന്തോഷമായി മുൻവൈരാഗ്യം നിലനിന്നിരുന്നു. പട്ടാപ്പകൽ തന്നെ പെരുവഴിയിലിട്ട് കുത്തിയതിന്റെ പക പങ്കജിന് ജിം സന്തോഷമായി നിലനിന്നിരുന്നു എന്നാണ്. 2024-ലാണ് ജിം സന്തോഷ് തന്റെ സുഹൃത്തോടിയ പങ്കജിനെ കുത്തിയത്. ഈ കേസിൽ സന്തോഷ് അറസ്റ്റിലായി. കേസിൽ ജിം സന്തോഷ് പുറത്തിറങ്ങിയപ്പോൾ പങ്കജ് മേനോൻ കൊട്ടേഷൻ കൊടുത്തു. അതാണ് അലുവ അതുലിന് കിട്ടിയ കൊട്ടേഷൻ. അതനുസരിച്ച് 2025 മാർച്ച് 27 പുലർച്ചെ 2 മണിക്ക് അലുവ അതുലും സംഘവും സന്തോഷിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യമേ വീട്ടിലേക്ക് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പിന്നാലെ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി. ഈ മുറിയിൽ സന്തോഷിന്റെ അമ്മയാണ് ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത മുറിയിലാണ് സന്തോഷ് കിടന്നിരുന്നത്. ഈ മുറിയുടെ വാതിലും സംഘം തകർത്തു. ശേഷം സന്തോഷിന്റെ കാല് വലിയ ചുറ്റിക ഉപയോഗിച്ച് തല്ലി തകർക്കുകയായിരുന്നു. കൈക്ക് വെട്ടുകയും ചെയ്തു. രക്തം വാർന്നാണ് സന്തോഷ് മരിച്ചത്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഗുരുതരാവസ്ഥയിലായിരുന്നു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പോലീസ് എത്തി മൊഴിയെടുത്തതിൽ അതുലിന്റെ സംഘത്തിന്റെ പേര് പറഞ്ഞു. അതുൽ, മൈന എന്ന ഹരി, പ്യാരി, രാജപ്പൻ എന്ന രാജീവ്, സാമുവൽ, മനു, ചക്കര എന്നിവരാണ് ഈ കേസിൽ പ്രതികൾ. സംഭവശേഷം അതുലും സാമുവലും തമിഴ്നാട്ടിലേക്കാണ് മുങ്ങിയത്. കൊട്ടേഷൻ കൊടുത്ത പങ്കജ് മേനോൻ നേരത്തെ തന്നെ പിടിയിലായതാണ്. അതുലിനെ സംഭവം നടന്ന് 21 ദിവസത്തിന് ശേഷം തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ നിന്നുമാണ് പിടികൂടിയത്. സന്തോഷിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് അലുവ അതുലിനെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അനുമാനം. അതുലിനെ അക്രമികൾ കാറിൽ നിന്ന് വലിച്ചിറക്കി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കരുനാഗപ്പള്ളി പുതിയ കാവിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം നടന്നത്. ഇന്നോവയിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. അതുൽ സഞ്ചരിച്ച കാറിലിടിച്ച് ദേശീയപാതയുടെ പണി നടക്കുന്ന കുഴിയിലേക്ക് വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് കുഴിയിലിട്ട് കൂട്ടമായി വടിവാൾ ഉപയോഗിച്ച് ആക്രമണം. ഗുരുതര പരിക്കേറ്റ അതുലിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ജാമ്യത്തിലിറങ്ങി അതുൽ സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് മടങ്ങുമ്പോഴായിരുന്നു ഈ കൊലപാതകം നടന്നത്. അതേസമയം ഇതിനിടയിൽ ഗുരുതര ആരോപണവുമായി അലുവ അതുലിന്റെ കുടുംബ രംഗത്ത് വന്നിരുന്നു. അലുവ അതുൽ വധവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യമായിരുന്നു
അതുലിന്റെ വീട്ടുകാർ മുന്നോട്ട് വെച്ചത്. സംഭവത്തിൽ കൊലയാളികളും പോലീസും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന വിവിധ രേഖകളുണ്ടെന്നുമുള്ള ആരോപണമാണ് അതുലിന്റെ കുടുംബം ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്നും അതുലിന്റെ ബന്ധുക്കൾ പറഞ്ഞു. കൊലയാളികൾക്ക് അതുൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന വിവരവും എത്തിയ ശേഷം തിരികെ പോകുന്ന വിവരവും വ്യക്തമായി കിട്ടിയിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. മിക്കപ്പോഴും കാർ ഓടിച്ചിരുന്ന അതുൽ കാർ ഓടിക്കാതെ സമീപ സീറ്റിലാണ് ഇരിക്കുന്നതെന്നും വ്യക്തമായ വിവരം കിട്ടിയതിനെ തുടർന്നാണ് കൊലയാളികൾ കാർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാറിന്റെ ഇടതുഭാഗത്ത് അതുൽ ഇരുന്ന സ്ഥാനത്ത് ആക്രമണം നടത്തിയതെന്നാണ് ഇവർ പറയുന്നത്. ആക്രമണത്തിലെ മുഖ്യപ്രതി അനീർ മുൻപ് തന്നെ അതുലിന്റെ ബന്ധുവിനോട് അതുലിനെ കൊല്ലാൻ പോലീസിന്റെ സഹായങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞതായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലയ്ക്ക് സഹായം ചെയ്തു എന്നാരോപിക്കുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരും പരാതിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ പോലീസിന്റെയും പ്രതികളുടെയും ഫോൺ രേഖകളും പരിശോധിക്കണമെന്നും പ്രതികളെ പോലീസ് പിടികൂടിയതല്ലെന്നും മുൻ ധാരണ പ്രകാരം കീഴടങ്ങിയതാണെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. വധഭീഷണി ഉണ്ടായിരുന്നിട്ടും അതുലിന് പോലീസ് സംരക്ഷണം നൽകിയില്ലെന്നും അതുൽ കൊലക്കേസിൽ പോലീസിന്റെ പങ്ക് തെളിയിക്കുന്നതിന് നിയമ പോരാട്ടം നടത്തുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. എന്നാലും അതിക്രൂരമായ കൊലപാതക സംഭവം നടന്ന ഉടൻ തിരുവനന്തപുരം റേഞ്ച് DIG ഹിമചന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ സൗത്ത് സോണിലെ മുഴുവൻ പോലീസ് മേധാവികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് 10 പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ പ്രതികളെയൊക്കെ വേഗത്തിൽ തന്നെ പിടികൂടാനായി എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഈ CCTV ദൃശ്യമൊക്കെ സംഭവത്തിൽ വളരെ നിർണായകമായി മാറി. കൃത്യത്തിന് ഉപയോഗിച്ച ഹരിയാന രജിസ്ട്രേഷനുള്ള കാർ തൊടിയൂർ ചെട്ടിയത്ത് മുക്കിലുള്ള ഒരു വീട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ സംഭവ ദിവസം രാത്രി തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇവർ കടന്നു കളഞ്ഞ കാറും മാരകായുധങ്ങളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതേസമയം കൊല്ലപ്പെട്ട അതുലിന്റെ രീതി എന്താണ്, അതുലിന് എന്താണ് ഹരമായിരുന്നത് എന്നതൊക്കെ ഈ പ്രതികൾ വെളിപ്പെടുത്തി. കൊല്ലപ്പെട്ട അതുലിന് ചോര കാണുന്നതായിരുന്നു ലഹരി എന്നാണ് ഗുണ്ടാ സംഘങ്ങൾ വെളിപ്പെടുത്തിയത്. എതിരാളികളെ ആക്രമിക്കാൻ കൂടമാണ് അതുൽ ഉപയോഗിച്ചു വന്നിരുന്നത്. മദ്യപിക്കുകയോ പുകവലിക്കുകയോ മറ്റ് ലഹരി ഉപയോഗങ്ങളോ ഇല്ലാത്ത അതുലിനെ മനുഷ്യരക്തമാണ് ലഹരി പിടിപ്പിച്ചിരുന്നതെന്നാണ് മുൻ ഗുണ്ടാ സംഘാംഗങ്ങൾ പറയുന്നത്. വിവിധ സ്റ്റേഷനിലായി 25-ലേറെ കേസുകൾ അതുൽ പ്രതിയാണ്. 3 വട്ടം കാപ്പ കേസിൽ അറസ്റ്റിലായിട്ടുമുണ്ട്. അലുവ ഇഷ്ടമായതിനാലാണ് ഓച്ചിറ മഠത്തിൽക്കാരായ്മ കൃഷ്ണവിലാസം വീട്ടിൽ അതുലിനെ അലുവ അതുലെന്ന് വിളിക്കുന്നതെന്നും അതല്ല അതുലിന്റെ കുടുംബത്തിന് അലുവയുമായുള്ള ബന്ധമാണ് ആ പേരിന് പിന്നിലെന്നും നാട്ടുകാർ പറയുന്നു. കൊല്ലം ജില്ലാ ജയിലിൽ ശിക്ഷ അനുഭവിക്കവേ വാർഡനായിരുന്ന അഭിലാഷിനെ അതുൽ മർദ്ദിച്ചിരുന്നു. കലിമൂത്ത് ജയിൽ സൂപ്രണ്ടിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറും അടിച്ചു തകർത്തിട്ടുണ്ട്. കരുനാഗപ്പള്ളി കോടതിയിൽ റീൽസ് ചിത്രീകരിച്ചും അതുൽ വിവാദത്തിൽപ്പെട്ട വ്യക്തിയാണ്. എന്തായാലും ഒരു റീൽസ് ആണ് അതുൽ, അതായത് പ്രകോപനപരമായ രീതിയിലുള്ള റീൽസ് അതിൽ ചിത്രീകരിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയും ചെയ്തു. ഇതാണ് പ്രകോപിപ്പിച്ചതെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ കൊലപാതകം പെട്ടെന്ന് ചെയ്യാൻ തന്നെ പ്രതികളെ നയിച്ചത് ഈ ഒരു റീലായിരുന്നു എന്നതടക്കമുള്ള ഒരു വാദവും കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ട്. എന്തായാലും തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. യാതൊരു കൂസലുമില്ലാതെ പ്രതികൾ ഓരോന്നായി പോലീസിനോട് വിവരിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.